നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനസ്സിൽ അതിതീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ അത് സബലീകരിക്കാൻ പ്രകൃതി പോലും നമുക്ക് ഒപ്പം നിൽക്കുമെന്നല്ലേ പറയാറ്. ലോകം ചുറ്റിക്കറങ്ങാൻ ഇഷ്ടമുള്ള യാത്രകളെ സ്നേഹിക്കുന്ന ദമ്പതികൾ, അവരുടെ കൂടെ അവരുടെ ആഗ്രഹമൊക്കെയും സബലീകരിക്കാൻ പ്രകൃതിയും ഒപ്പം കൂടി. ചായ വിറ്റ് കിട്ടിയ സമ്പാദ്യം കൊണ്ടാണ് അവർ ലോകം ചുറ്റിക്കറങ്ങുന്നത്. ഈ ദമ്പതികൾ വ്യത്യസ്തരാവുകയാണ്. വാർത്തയിലേക്ക്. കൊച്ചിയിലെ വിജയനും മോഹനയുമാണ് ഇത്തരത്തിൽ യാത്രകളെ പ്രണയിക്കുന്ന ആ ദമ്പതികൾ. 24ാമത്തെ രാജ്യം ചുറ്റിക്കറങ്ങി അങ്ങനെ സൂര്യൻ ഉദിക്കുന്ന നാട്ടിലേക്ക് വിമാനം കയറി KR വിജയനും അദ്ദേഹത്തിന്റെ പകുതിയും യാത്രയെന്ന വലിയ സ്വപ്നത്തെ താലോലിക്കുന്നു. ഇവർ ആ സ്വപ്നങ്ങളെ താലോലിക്കുക മാത്രമല്ല, ആ സ്വപ്നങ്ങൾ അവർ വെട്ടിപ്പിടിക്കുകയുമാണ്. അങ്ങനെ അവർ പടിപടിയായി ഓരോ രാജ്യങ്ങളും കണ്ടുകൊണ്ടേയിരിക്കുന്നു. എറണാകുളം ഗാന്ധിനഗറിൽ ശ്രീബാലാജി കോഫി ഷോപ്പ് നടത്തുന്ന ദമ്പതികളാണിവർ. KR വിജയന്റെയും പ്രിയതമയുടെയും കഥ. അങ്ങനെ ഇവരുടെ കഥ പലപ്പോഴും വാർത്തകളിൽ ഇടം നേടാറുണ്ടെങ്കിലും ഇത്തവണ അന്താരാഷ്ട്ര ബ്ലോഗറായ ഡ്യൂ ബിൻസിക്കയുടെ ബ്ലോഗാണ് ഇക്കുറി യാത്രയ്ക്ക് തുണയായത്. ചെറിയൊരു ചായക്കടയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നും മിച്ചം പിടിക്കുന്ന സമ്പാദ്യം കൊണ്ട് 23 രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങിയ ദമ്പതികളെ കുറിച്ചറിഞ്ഞ മഹീന്ദ്ര കമ്പനി തലവൻ ആനന്ദ് മഹീന്ദ്രയാണ് അടുത്ത 2 ട്രിപ്പിനുള്ള ചെലവ് ഏറ്റെടുക്കുന്നത്. കങ്കാരുക്കളുടെ നാടായ ഓസ്ട്രേലിയ, അതെ, നമ്മുടെ ഓസ്ട്രേലിയ മഞ്ഞപ്പടകളുടെ നാട്. നിരവധി യാത്രാ വിവരണങ്ങളുടെ വായിച്ചറിഞ്ഞ ലോകത്ത് ആദ്യമായി സൂര്യവെളിച്ചം പടരുന്ന ന്യൂസിലൻഡുമാണ് വിജയൻ തിരഞ്ഞെടുത്തത്. സഞ്ചാരത്തെ പ്രണയിച്ച ദമ്പതികളുടെ ആദ്യകാല യാത്രകൾ രാജ്യത്തിനുള്ളിൽ തന്നെയായിരുന്നു. 88-ൽ ഹിമാലയ സാനുക്കളിൽ സന്ദർശനം നടത്തി. 3 പതിറ്റാണ്ട് പിന്നിട്ടപ്പോൾ ഇവർ അമേരിക്കയും ജർമ്മനിയും സ്വിറ്റ്സർലാൻഡും ബ്രസീലും അർജന്റീനയും ഉൾപ്പെടെ 23 രാജ്യങ്ങൾ കണ്ടുമടങ്ങി. ചേർത്തലയിൽ ജനിച്ചു വളർന്ന വിജയന്റെ ചെറുപ്പകാലത്തെ ഈ സ്വപ്നം എറണാകുളം കാണുക എന്നതായിരുന്നു. എറണാകുളത്ത് നിന്ന് ജീവിത പങ്കാളി കിട്ടിയതോടെ അവിടുത്തുകാരനായി മാറി. അങ്ങനെ എറണാകുളം വിജയനെയും ഇഷ്ടപ്പെട്ടു. വായനയും സിനിമയും ഒക്കെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വിജയൻ വായിച്ചു കൂട്ടിയതൊക്കെ യാത്രാ വിവരണങ്ങളായിരുന്നു. അങ്ങനെ SK പൊറ്റക്കാടനും പല യാത്രാ വിവരണ പുസ്തകങ്ങളുമൊക്കെ ഒപ്പക്കൂടി. പ്രീ ഡിഗ്രി പഠനകാലത്ത് കോളേജ് വിട്ട വിജയൻ ആദ്യം അച്ഛന്റെ സഹായിയായും പിന്നീട് സ്വന്തമായും ചായക്കടക്കാരനായി. സ്വന്തമായി വീടോ സ്ഥലമോ ഒന്നുമില്ലെങ്കിലും അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് 2 പെൺമക്കളെയും പഠിപ്പിച്ച് ജോലിക്കാരാക്കി. അങ്ങനെ അവരെ വിവാഹം കഴിപ്പിച്ചു അയച്ചു. ഇനിയുള്ള അധ്വാനവും സമ്പാദ്യവും ജീവിതാഭിലാഷമായ യാത്രകൾക്ക് വേണ്ടിയാകട്ടെ എന്നവർ ഉറപ്പിച്ചു. ചായക്കട വരുമാനത്തിൽ നിന്നും മിച്ചം വെക്കുന്ന തുക കൊണ്ട് ചിട്ടിയിൽ ചേർന്ന് അത് വട്ടമെത്തുമ്പോൾ വിമാനം കയറുകയാണ്. ചിലപ്പോഴൊക്കെ ഈ പണം തികയാതെ വരുമ്പോൾ കടം വാങ്ങിയും ആഭരണം പണയം വെച്ചും ഒക്കെ അങ്ങനെ യാത്ര തുടർന്നു. കണ്ടുതീർത്ത രാജ്യങ്ങളൊക്കെയും പ്രധാന സവിശേഷതകളും ആസ്വാദകളും ഒക്കെ വിജയനും മനപ്പാടുമാണ്. ഇതൊക്കെ പലപ്പോഴും ചായ കുടിക്കാൻ വരുന്നവരോട് പങ്കിടാറുമുണ്ട്. കണ്ടു തീർക്കാൻ ഏറെയുണ്ട് ഇനിയും രാജ്യങ്ങൾ. ഓസ്ട്രേലിയയിൽ 8 ദിവസവും ന്യൂസിലൻഡിലെ 7 ദിവസവുമാണ് ഇക്കുറി യാത്രാ പരിപാടിയിൽ. മെൽബണിലെ ഗ്രേറ്റ് ഓഷ്യൻ ട്രൈബും ഫിലിപ്പ് ഐലൻഡും ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ചുറ്റിക്കറങ്ങി. അങ്ങനെ യാത്ര പിന്നീട് ന്യൂസിലൻഡിലേക്ക് തിരിച്ചു. പതിവ് യാത്രകളിൽ വിജയനും ഭാര്യ മോഹനയും മാത്രമായിരുന്നുവെങ്കിൽ ഇക്കുറി മകളുടെ ഭർത്താവും മുരളിയും ഉണ്ട് കൂട്ടിന്. നവംബർ 2-ന് ഇവർ തിരികെ നാട്ടിലെത്തും. ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നും. തീർച്ചയായും പ്രായം ഒരു അക്കം മാത്രമാണ്. നമ്മുടെ മനസ്സിലുള്ള സ്വപ്നം അത് എത്ര വലുതാണെങ്കിലും പ്രായമൊന്നും ഒരു തടസ്സമേ അല്ല. നമുക്ക് പോവാം യാത്രകൾ, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇവരെ പോലെ പാറി നടക്കാം. യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഗെറ്റ് റെഡി. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.